ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എപ്പിടി ഇരിക്ക് കുട്ടീസ്? എല്ലാവർക്കും സൗഖ്യമാ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. നമുക്കിവിടെ ഒരു 3-4 ദിവസം അവധിയാണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് ഡേയും അതുപോലെ വരമഹാലക്ഷ്മി ഡേയും ഒക്കെ ആയിട്ട് ഒരു 4 ദിവസത്തെ അവധി. പക്ഷെ ശരത്തേൻ്റെ ലീവില്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് ട്രിപ്പ് ഒന്നും പോകാനായിട്ട് ഇത്തവണ പറ്റിയില്ല കേട്ടോ. ഇത് അമ്പലത്തിലത്തെ പൂജാരിയല്ലേ പോയേ? കല്യാണം, വീട്ടിലെ പൂജ ഒക്കെ ഉള്ളപ്പോൾ വിളിക്കാൻ പറയാറ്. തനു എന്താ തനു അമ്മയുടെയും പപ്പേരും കല്യാണത്തിന് വരാഞ്ഞേ? നീ എവിടേക്കാ പോയേ? ഏത് മോളില്? ഓ, ഈ മോളില്. ആ, ഓക്കെ ഓക്കെ. ദൈവത്തിന്റെ അടുത്ത് അല്ലേ? അമ്മ അങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ചപ്പോ ആദ്യം പിക്കുനെ തന്നൂല്ലേ ദൈവം, എന്നിട്ട് തനുവിനെ തന്നു. ഓക്കെ ഓക്കെ. ഇതെങ്ങനെയാ തനുവിനെ അറിഞ്ഞിരുന്ന്? അങ്ങനെ തനു വന്നേന്ന് എങ്ങനെയാ അറിയാ? ഓ, അമ്മ പറഞ്ഞിണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ. തനു ചോദിച്ചപ്പോ അമ്മ പറഞ്ഞല്ലേ മുന്നേ? അത് അമ്മയ്ക്ക് ഓർമ്മയില്ല. എല്ലാവരുടെ കയ്യിലും എന്താ തനു? എല്ലാവരുടെ കയ്യിലും പറയ്. ചേട്ടന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നേ? ഇതാ കണ്ട ആ വണ്ടിയില് എല്ലാവരുടെ കയ്യിലും ഉണ്ട് വാഴ. ഫീനിക്സ് മാളിലല്ലേ? ഇത് ഫീനിക്സ് മാളിൽ പോകുന്ന വഴിയാ. എല്ലാരുടെ കയ്യിലും എന്തുണ്ടെന്നാ തന്നെ പറഞ്ഞേ? വായ. വായ. വാള. വാള. വാളന്ന് വെച്ചാ എന്താ? ഇംഗ്ലീഷിൽ എന്താ പറയാ വാളാന്? മലയാളത്തില് വായ, വാള എന്നൊക്കെ പറഞ്ഞു. അതാ പോണു വാള. ഇത് കൊറേ വാള. വാഴ. പുഴ പറഞ്ഞേ. പുഴ. പുഴ പറയാൻ കിട്ടുന്നുണ്ടല്ലോ. പുഴ. മഴ. മയല മഴ. വാഴ. ആ, വാഴ. വാഴയല്ല, വായുവല്ല, വാഴ. നമ്മള് ബനാനയൊക്കെ കഴിക്കില്ലേ? അതിന്റെ പ്ലാന്റ്. സ്കൂളടക്കം 4 ദിവസം അവധി പ്രമാണിച്ച് നല്ല തിരക്കുണ്ട് കേട്ടോ. എല്ലായിടത്തും വഴി നീള ബ്ലോക്കായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ഫീനിക്സ് മോളിലേക്ക് എത്തി. അപ്പോൾ എപ്പോഴും നമ്മൾ വേറെ എവിടേക്കും പോകാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വരാൻ പറ്റിയൊരിടം ഫീനിക്സ് മോളാണ്. കാരണം ഇവിടെ എല്ലാം കിട്ടും. അപ്പോൾ ഇന്ന് ഹോം സെൻറ്ററിൽ ഒന്ന് കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് 1-2 ഐറ്റംസ് വാങ്ങാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളുകളായി ഞാൻ ഹോം സെൻറ്ററിലൊക്കെ വന്നിട്ട് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ തപ്പിത്തെരഞ്ഞ് പോകാൻ കേട്ടോ ഞാൻ വാങ്ങാൻ വന്ന സാധനം. അപ്പോൾ ഇവിടെ കുറേ ഐറ്റംസ് പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി എനിക്ക് വാങ്ങാൻ വന്നതിനേക്കാൾ ഇവിടെ എന്തൊക്കെയാണ് പുതിയത് വന്നിട്ടുള്ളത് എന്നറിയാനുള്ള ഒരു ആവേശമായിരുന്നു കേട്ടോ. 30% സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും വില ഇരട്ടിയാക്കിയിട്ട് ഇട്ടിട്ടുള്ള പോലെ എനിക്ക് തോന്നി കേട്ടോ. എല്ലാ പ്രോഡക്ട്സിനും വില കൂടിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ. അപ്പോൾ അന്ന് കണ്ട അതേ ഐറ്റംസിനൊക്കെ ഇന്ന് അതിനേക്കഴിഞ്ഞ് 300-400 രൂപയൊക്കെ എക്സ്ട്രാ ഇട്ട് വെച്ചിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ഐറ്റംസ് ആണല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ റേറ്റ് എത്രയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കി വെച്ചിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഇപ്പോൾ വില കൂടി. അന്നേ വാങ്ങിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അതായി ഞാൻ വിചാരിച്ചു പിന്നെ വാങ്ങിക്കാം എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ ഒന്നിച്ച് വാങ്ങുന്ന ആളല്ല, ഒക്കെ ഓരോന്നായിട്ട് വാങ്ങിക്കുന്ന ഒരാളാണ് കേട്ടോ. അന്ന് പക്ഷെ കണ്ടുവച്ചതിനൊക്കെ ഇപ്പോൾ വില കൂടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നെഞ്ചുവേദന വന്നു കേട്ടോ. എന്നാലും പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വാങ്ങിക്കാൻ വന്ന ഐറ്റം ഇതല്ലല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ആശ്വാസം. ഞാൻ എപ്പോഴും വിചാരിക്കും ഇവിടെയൊക്കെ വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഐക്കയിൽ പോയിട്ട്
നല്ലോണം ഒരു ഷോപ്പിംഗ് കഴിഞ്ഞുള്ളൂ. അത് കാരണം കൊണ്ട് എനിക്ക് ഇവിടുന്ന് വാങ്ങിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ ഐറ്റംസ് പുതിയത് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കണമല്ലോ, നമ്മൾ ഒരേ മാസത്തിൽ തന്നെ ഇത്ര അധികം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളൊരു കരുതൽ ഉണ്ടാവുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നത്. പിന്നെ ഇതിൽ കൂടെ ഇങ്ങനെ പോയത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റംസ് തപ്പിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളുടെ റീസ്റ്റോക്ക് നാളെ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് ഞാനിതാ പുതിയത് വന്നിട്ടുള്ള ഐറ്റംസ് കാണാനായിട്ട് നടന്നു കേട്ടോ. അപ്പോൾ ഫ്ലോറൽ പ്രിൻ്റൊക്കെ ആയിട്ടുള്ള കുറേ പ്ലേറ്റ്സ്, ഡിന്നർ സെറ്റ്, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ പുതിയത് കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ട് ആഗ്രഹം പൂണ്ട് നിൽക്കുന്നവരാണെങ്കിൽ ഐക്യ പോകുന്നതിന് പകരം നിങ്ങൾ ഹോം സെൻറ്ററിൽ വന്നേക്ക്. കാരണം എന്താ വെച്ചാൽ ഐക്യേനെ കഴിഞ്ഞും അധികം ഐറ്റംസ് ഇപ്പോൾ ഇവിടെ ഹോം സെൻറ്ററിൽ ഞാൻ കണ്ടു. പണ്ട് എനിക്ക് ഈ ഫ്ലോറൽ പ്രിൻ്റുള്ള പ്ലേറ്റ്സ് ഒക്കെ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോൾ പക്ഷേ ഈ ഒരു പ്രിൻ്റ് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ദൈവമേ, രാജകീയ പ്രൗഢിയില്ലേ കാണുമ്പോൾ എന്ത് രസമായിരുന്നു എന്നറിയാം കാണാനായിട്ട്. എനിക്ക് 1-2 ഗ്ലാസ് ബോട്ടിൽസ് വേണമായിരുന്നു. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ശരത്തിന് പറയണമായിരുന്നു അതെന്നെ കിട്ടാനില്ലെങ്കിൽ ഇതെടുക്കുക, അല്ലെങ്കിൽ ഇതും ഗ്ലാസിൻ്റെ തന്നെയാണ്, പക്ഷേ വുഡൻ, അതായത് നമ്മുടെ ബാമ്പൂൻ്റെ ലിഡാണ് അതിനുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് അതല്ല എൻ്റെ മനസ്സിൽ ഇങ്ങനെ പൊട്ടുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ കേട്ടോ. ശരത്തേട്ടൻ അത് പറഞ്ഞെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. 2 ദിവസം, അതായത് നാളെ കഴിഞ്ഞാൽ വരുമെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ എനിക്കിതൊരു പാൻ വേണമായിരുന്നു. പക്ഷേ എനിക്ക് നോക്കിയെടുക്കാനുള്ളൊരു സമയം മാത്രം ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമയ്ക്കൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തപ്പിത്തെരഞ്ഞെടുക്കുന്നതാണ് എനിക്കിഷ്ടം. ധൃതി പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് അയ്യോ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു വിഷമായി പോവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് കറങ്ങി എന്തൊക്കെ ഇവിടെ ഉണ്ട്, ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞിട്ടായാലും ഇങ്ങോട്ട് വരാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കി വരുമായിരുന്നു ഓരോരോ സാധനങ്ങൾ. എന്തൊക്കെ പാൻ ആണെങ്കിലും വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഉണ്ടോ എന്നൊക്കെ നോക്കി വരുമായിരുന്നു കേട്ടോ ഞാൻ. പക്ഷെ ഞാൻ എടുത്ത് പറയട്ടെ, ഒരുപാട് പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. എന്തുമാത്രം വന്നേന്നുള്ളത് എനിക്ക് പറയാൻ തന്നെ അറിഞ്ഞൂടാ. അത്രയ്ക്കധികം സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലുമൊക്കെ വീട് പണി കഴിയുക, ഇപ്പോൾ പുതിയ വീട് വാങ്ങിക്കുക ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങിച്ചോ. നല്ല രസമുള്ള ഒരുപാട് ഐറ്റംസ്, ഫർണിച്ചർ ആയിക്കോട്ടെ, ഡെക്കോർ ഐറ്റംസ് ആയിക്കോട്ടെ, വീട്ടിലെ കിച്ചൺ യൂട്ടൻസിൽസ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും കേട്ടോ. നമുക്ക് ഇവിടെ കെയർപുരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഐക്യയിൽ പോണേനെ കഴിഞ്ഞ് അടുത്ത് ഇവിടെ ഫീനിക്സിൽ വന്ന ഹോം സെൻറ്ററിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാണ് കേട്ടോ. വില അത്ര അധികം വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലായിടത്തും വിലയുണ്ട്. കാരണം ഇതെല്ലാം ഓരോ ബ്രാൻഡുകളാണ്. ബ്രാൻഡഡ് ഐറ്റംസിനൊക്കെ വില കാണും. അപ്പോൾ നമ്മൾ വിലേനെ പറ്റി ആലോചിച്ചിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. പിന്നെ അല്ലെങ്കിൽ വിലയൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ സ്ട്രീറ്റിൽ തന്നെ പോകണം, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോ അങ്ങനെയുള്ളവർത്തൊക്കെ പോയിട്ട് വാങ്ങിക്കണം. പക്ഷേ ക്വാളിറ്റി നമുക്ക് ഒരു ഉറപ്പും പറയാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ബെസ്റ്റ് ക്വാളിറ്റി അവിടെ കിട്ടും, അല്ലാത്തതും അവിടെ കിട്ടും. അത് കാരണം കൊണ്ട് നമുക്ക് ക്വാളിറ്റി ഒന്നും പറയാനായിട്ട് പറ്റില്ല കേട്ടോ. എപ്പോഴും പിന്നെ ഹോം സെൻറ്റർ അയക്കുകയൊക്കെ ആണെങ്കിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അഷ്വറൻസ് ഉണ്ട്, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ഒരുപാട് ഐറ്റംസ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ മാക്സിലൊന്ന് കയറി എനിക്ക് ബാഗൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അതുപോലെ അമ്മയ്ക്ക് 2 പാൻസൊക്കെ എടുക്കണമായിരുന്നു. പിന്നെ അറിയാമല്ലോ, കൂട്ടത്തിൽ നമ്മുടെ കിട്ടുകയാണെങ്കിൽ നമുക്കും എടുക്കാം അങ്ങനെ വിചാരിച്ചിട്ടോ. കാരണം ഇൻഡിപെൻഡൻസ് ഡേയുടെ സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. തനുകുട്ടിക്ക് ഉണ്ട് ഇപ്പോൾ അടുത്തുള്ള ഇതുപോലത്തെ ഗ്ലിറ്ററിൻ്റെ ഉടുപ്പ്, അല്ലെങ്കിൽ ഞാൻ എടുത്തേനെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. മാക്സിലും അത് ഈ പറഞ്ഞ പോലെ കുറേ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇന്നെന്തോ ഒരു പൊട്ട ദിവസം പോലെ എനിക്ക് തോന്നിയത്. ദേവി കണ്ടോ, ഈ ഒരു കിറ്റ് വേണം ബോക്സിൻ്റെ എന്ന് പറഞ്ഞിട്ട് തനുകുട്ടി കുറേ വാശി പിടിച്ചു കേട്ടോ. ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു 5 നിമിഷത്തേക്കുള്ളതൊക്കെ പടപടാന്ന് പൊട്ടിപ്പോവും. ഒരു പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിൽ പുതിയ ഷർട്ട്സ് ആണുങ്ങളുടെയാണ് കേട്ടോ. അപ്പോൾ പുതിയ മോഡൽ കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതിനെന്താ പറയാമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ചെറുപ്പം പിള്ളേരൊക്കെ ആണെങ്കിൽ ഇട്ട് നടന്ന നല്ല ഭംഗിയുണ്ടാവും. എൻ്റെ അനിയന്മാർക്കൊക്കെ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ നോക്കി നടക്കായിരുന്നു കേട്ടോ. എനിക്ക് ഡ്രസ്സ് എടുക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു. ഈ തിരക്കിനിടയ്ക്ക് ഞങ്ങൾ സിനിമയ്ക്കും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തിരക്കിനിടയ്ക്ക് ഒന്നും നടക്കില്ല. ഞാനിങ്ങനെ തപ്പിത്തെരഞ്ഞ് അമ്മയ്ക്കുള്ളതോ 1-2 സാധനമൊക്കെ മേടിച്ച് ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങി. കാരണം ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു. അത്രയും തിരക്ക് കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ എനിക്ക് മടിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ ലൈഫ് സ്റ്റൈലിലേക്ക് ഒന്ന് വന്നു കേട്ടോ. ലൈഫ് സ്റ്റൈൽ വന്നപ്പോൾ കുറേ ഫ്ലോറൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പുകൾ, ഡ്രസ്സുകൾ, കുർത്താസ് ഒക്കെ കണ്ടു കേട്ടോ. എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നെങ്കിലും ക്യൂ നോക്കിയപ്പോൾ വമ്പിച്ച ക്യൂ. ഇന്നത്തെ ദിവസം ഇതൊന്നും തീരില്ല. അടുത്ത 1-1.5 മണിക്കൂർ നിന്നാൽ പോലും തീരില്ലായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
അത്രയും ജനങ്ങളുണ്ട് ഇതിനകത്ത്. ഞാൻ എന്താ പറയുക, എനിക്ക് ആകെ വിഷമായിപ്പോയി. ഞാൻ ഇന്ന് വന്നിട്ട് ഒന്നും നടക്കാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. ഇവിടെയും ഞാൻ ബാഗ്സൊക്കെ നോക്കി. ശരത്തേണ്ണാണെങ്കിൽ സമയമായി ഡിന്നർ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ബഹളമായിരുന്നു. ശരത്തേണ്ണ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പോൾ മെനക്കെട്ട പരിപാടിയല്ലേ, എനിക്കും താല്പര്യമില്ലായിരുന്നു കേട്ടോ. മനസ്സിൽ എന്താ പറയുക, തൃപ്തി തോന്നാത്ത ഒരവസ്ഥ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി. ബോഡി ഷോപ്പിൽ കയറണമായിരുന്നു. ശരത്തേൻ്റെ മോയ്സ്ചറൈസറൊക്കെ തീർന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് മോയ്സ്ചറൈസർ ഉണ്ട്, ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. നല്ല പ്രോഡക്റ്റ്സ് ആണ്. 1000 റേഞ്ചിലൊക്കെ സാധനങ്ങൾക്ക് വില വരും. എന്നാൽ പോലും അതിനുള്ള വർത്തിറ്റ് ആണ് എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ പ്രോഡക്റ്റ്സ്. അപ്പോൾ ശരത്തേൻ്റെ 1-2 ഐറ്റമൊക്കെ അവിടെ നിന്ന് മേടിച്ച് ഞങ്ങൾ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിലൊന്ന് കയറി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് മുന്നേ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വില ഇച്ചിരി കൂടുതലാണ് കമ്പയർ ടു ബോഡി ഷോപ്പ് ഒരു 1000 റേഞ്ച് ആണെങ്കിൽ ഇവിടെ എല്ലാം 2000 എബവ് ആണ് സാധനങ്ങൾക്ക് റേറ്റ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓഫറൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ മണം നമുക്കിങ്ങനെ മൂക്കിലേക്ക് അടിച്ചിട്ട് എൻ്റെ പൊന്നോ എനിക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നി. അത്രയും നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ പുതിയ ലോഞ്ചായിട്ട് കുറേ ഐറ്റംസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഫ്രാഗ്രൻസ് ആണ് ഇതിനകത്ത് മുഴുവൻ കേട്ടോ. ഭയങ്കര രസമുള്ള മണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് എടുത്തത്. എന്നുവെച്ചാൽ ഇതൊന്ന് എനിക്കിപ്പോൾ ഡ്രൈ സ്കിന്നാണ്. ഇങ്ങനെ ഇനിയിപ്പോൾ തണുപ്പാവും തോറും ഇങ്ങനെ ഡ്രൈ ആയി വരാൻ തുടങ്ങും. അപ്പോൾ അത് തന്നെ കൊണ്ട് ഞാൻ ഇതാണ് എടുത്തത്. ഇതിൻ്റെ റേറ്റ് 2000 രൂപയാണ് വരുന്നത് കേട്ടോ. നല്ല സ്മെല്ലായിരുന്നു. ഇതും നല്ല അത്യാവശ്യം ഇതൊരു പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. എന്നാലും എനിക്ക് മറ്റേതാണ് ഇഷ്ടപ്പെട്ടത്. ശരത്തേട്ടനും അതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അത് മേടിച്ചു. തിരക്കുള്ള കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ 1-2 ഐറ്റം കൂടി വേറെ നോക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. എവിടെ പോയാലും തിരക്ക് കേട്ടോ. ബാറ്റിൽ കയറണമെന്ന് ചോദിച്ചാൽ അതും നടന്നില്ല. ഇന്ന് മൊത്തത്തിലൊരു നടക്കാത്ത ദിവസമായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാത്തിനും തടസ്സം കാണുന്നു. ഫൈനലി ഞങ്ങൾ വേഗം ഫുഡ് കോർട്ടിലെത്തി. വേഗം ഒന്നും പറയാനില്ല, ഇവിടെയും നല്ല തിരക്കായിരുന്നു. ശരത്തേട്ടൻ അപ്പളേ പറഞ്ഞതാണ്, ഇന്ന് എന്തായാലും നമ്മൾ വാങ്ങിക്കാൻ വാങ്ങിച്ച സാധനങ്ങൾ കിട്ടില്ല, നീ ഡ്രസ്സൊന്നും നോക്കി ഇരിക്കേണ്ട, നമുക്ക് തിരക്ക് കുറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു 10-15 മിനിറ്റ് അവിടെ നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ തന്നെ അവിടെ സീറ്റ് കിട്ടിയത് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് എണീറ്റ് പോയാൽ അപ്പം അവിടെ ഇരിക്കാൻ ആൾക്കാർ കാണും, അതുമാതിരി ആൾക്കാരുണ്ട്. അപ്പം ഞാനും തനക്കുട്ടി എന്ത് ചെയ്തു, സീറ്റ് കിട്ടിയോടത്ത് ഇരുന്നു. എന്നിട്ട് ശരത്തേട്ടനും പിക്കുമോനും കൂടിയിട്ട് എന്തൊക്കെയാണ് കഴിക്കാനുള്ളത് എന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഓർഡർ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ ആൾക്കാരെടുക്കും വീടടക്കം പൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കണമെന്ന് തോന്നുന്നു. അത്രയധികം ആൾക്കാരുണ്ട്. അവസാനം ഞാനും തനക്കുട്ടിയും പോയി നോക്കി, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ ഓർഡർ കൊടുത്തു. അതിനുശേഷം പിക്കുമോനും ശരത്തേട്ടനും കൂടി പോയിട്ട് അവരുടെ വീണ്ടും ഓർഡർ കൊടുക്കാനായിട്ട് പോയിട്ടോ. വീഡിയോ കോൾ ഒന്നും ചെയ്തിട്ട് റേഞ്ചൊന്നും കിട്ടുന്നില്ലായിരുന്നു, അതാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വീണ്ടും ഇരിപ്പാണ്. അപ്പോൾ ശരത്തേട്ടൻ ഓരോരോ ഐറ്റംസ് ആയിട്ട് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം വന്നത് ഈ ഒരു മാംഗോ ചോക്ലേറ്റിൻ്റെ മിൽക്ക് ഷേക്കാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ്. പിക്കുമോനെ തൊണ്ടവേദനയായ കാരണം കൊണ്ട് വെള്ളം വാങ്ങിച്ചു കൊടുത്തതിൻ്റെ വിഷമമാണ് കേട്ടോ മുഖത്ത് കാണുന്നത്. പിന്നെ അവനെ ഇഷ്ടപ്പെട്ട സിസ്ലർ, ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചു നോക്കിയോളൂ, ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മൾ ഫസ്റ്റ് ബൈറ്റ് തൊട്ട് ലാസ്റ്റ് ബൈറ്റ് വരെ ആ ഒരു ചൂടുണ്ടായിരിക്കും കേട്ടോ. കണ്ട ആ ഒരു തീക്കനലിൻ്റെ മേലെയാണ് ആ ഒരു ഇത് വെച്ചേക്കുന്നത്, ഭയങ്കര ചൂടായിരിക്കും, ശ്രദ്ധിച്ച് കഴിക്കണം. അപ്പോൾ പിക്കു ആണ് അത് ഓർഡർ ചെയ്തത്, ഞാൻ ഇതൊന്നല്ല ഓർഡർ ചെയ്തത്. അപ്പോൾ താനക്കുട്ടിക്ക് ഇത് കണ്ടപ്പോൾ അതിൽ കുറേ വെജിറ്റബിൾസൊക്കെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് അവൾക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ പിക്കുമോനെ ഓരോന്ന് ചൂട് കാരണം കൊണ്ടേ എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ, വായ പൊള്ളുകയോ എന്നുള്ളത്. പക്ഷെ അവനിങ്ങനെ ഊതി പതുക്കെ താനക്കുട്ടിക്ക് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു വായയിൽ. പിന്നെ മിൻറ്റ് ലൈം മൊജിത്തോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തൊട്ട് നോക്കിയപ്പോൾ അതും തണുപ്പായിരുന്നു. അപ്പോൾ ഇവന് ഇതൊക്കെ കഴിക്കാൻ പറ്റാത്തതിൻ്റെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വിഷമം മാറ്റാനാണ് ആക്ച്വലി സിസ്ലർ മേടിച്ചു കൊടുത്തത്, അല്ലാണ്ട് ഇപ്പോൾ ഈ സമയമില്ലാത്ത സമയത്ത് ഇത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. പക്ഷേ ശരത്തേട്ടൻ പറഞ്ഞു അവന് ജ്യൂസും ഷേക്കൊന്നും കുടിക്കാൻ പറ്റില്ല, അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടത് അവൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. ഇത് കഴിക്കാൻ ഒരുപാട് സമയം എടുക്കും കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് അതിന്. അപ്പോൾ ആ ബാക്കിലിരിക്കുന്ന ആ ചേച്ചി ഉണ്ടല്ലോ, ഞങ്ങളിവിടെ വന്നിരുന്നപ്പോൾ തൊട്ട്
ഇവർ തമ്മിൽ കഴിക്കുന്നത് കണ്ടപ്പോൾ ആ ചേച്ചി ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെ വിളിച്ചിട്ട് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനത് നോക്കുമായിരുന്നു, എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാൻ കൊടുക്കുന്നതും ഷെയർ ചെയ്ത് കഴിക്കുന്നതൊക്കെ കണ്ടിട്ട് നോക്കുന്നതാണ് കേട്ടോ. അവസാനം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കേട്ടോ, മക്കൾ തമ്മിൽ നല്ല സ്നേഹം, ഇവരാണെങ്കിൽ ഭയങ്കര അടിയാണെന്ന് പറഞ്ഞു കേട്ടോ ആ ചേച്ചി എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ തന്നെയാണ് ചേച്ചി, പിന്നെ ചില സമയത്ത് ഭയങ്കര സ്നേഹം കാണിക്കും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താണ്, എൻ്റെ ഫുഡ് വന്നു. ഞാനും തനിക്കുട്ടിയും പോയിട്ട് ഓർഡർ ചെയ്തത് ഇതാണ് കേട്ടോ. ഇതൊരു ചൈനീസ് ഐറ്റമാണ്, നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു, തനിക്കുട്ടിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കറി ഇങ്ങനെ ഇതിൻ്റെ മേലഭാഗത്താണ് ഇങ്ങനെ ഒഴിച്ച് വെക്കുന്നത്. അത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് നല്ല ഐറ്റം ആയിരുന്നു. എന്താ പോട്ട് റൈസ്ന്നോ അങ്ങനെ എന്താണ്, റൈസ് പോട്ടെന്നോ അങ്ങനെ എന്താണ്ടായിരുന്നു പേര്, എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. എനിക്കും തനുക്കുട്ടിക്ക് അത് നല്ല ഇഷ്ടപ്പെട്ടു. ആക്ച്വലി തനുക്കുട്ടി പറഞ്ഞ കാരണം കൊണ്ട് ഓർഡർ ചെയ്താണെങ്കിലും കഴിച്ചപ്പോൾ സംഭവം കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ ഇത് 2 പേർക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും തനുക്കുട്ടിയും പിക്കുമോനും കൂടിയിട്ടാണ് അത് കഴിച്ചത് കേട്ടോ. പിക്കു ഇച്ചിരി അതിൽ നിന്ന് ടേസ്റ്റ് നോക്കാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഷേക്ക് കുടിച്ചത് ഞാനാണ്. തനുക്കുട്ടിക്ക് വാങ്ങിച്ചതാണെങ്കിലും അവൾക്ക് കുടിച്ച് നോക്കിയപ്പോൾ തണുപ്പാ അധികം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ അവൾക്ക് കൊടുത്തു, പാതി എങ്ങാണ്ട് അവൾ കുടിച്ചു എന്ന് തോന്നുന്നു, ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ ബാക്കിയുള്ളത് മുഴുവൻ തട്ടിവിട്ടു, കാരണം നല്ല ടേസ്റ്റ് ആയിരുന്നു. ആകെ ഒരാശ്വാസം ഇന്നുണ്ടായത് കഴിച്ച ഫുഡൊക്കെ അടിപൊളിയായിരുന്നു എന്നുള്ളതായിരുന്നു. അപ്പോഴേക്കും ശരത്തേൻ്റെ ഫുഡും എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ പോയി വാങ്ങിക്കണം കേട്ടോ, നമ്മുടെ സമയമാകുമ്പോൾ അവർ വിളിക്കും, അപ്പോൾ നമ്മൾ പോയി മേടിക്കണം. അങ്ങനെയാണ് ഇവിടെ ഫുഡ് കോർട്ടിൽ. അപ്പോൾ അങ്ങനെ അവസാനം ഞങ്ങൾ എല്ലാവരും കൂടി വേഗം കഴിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാൽ സിനിമ തുടങ്ങാൻ ഇനി അരമണിക്കൂർ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം കഴിച്ച് അവിടെ വരെ എത്തണമായിരുന്നു. അപ്പോൾ പിക്കുമോനും തനുക്കുട്ടിയും ഇതേ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ കഴിപ്പൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി, ബാത്റൂമിലൊക്കെ ഒന്ന് പോയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ നേരം എടുക്കുമല്ലോ. ഇനി ഇവർക്ക് മിക്കപ്പോഴും തനുക്കുട്ടി അകത്ത് കയറി കിടന്ന് ഉറങ്ങുകയും ചെയ്യും. അപ്പം ഞാനിത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ജീൻസാണ് കേട്ടോ. നല്ല അടിപൊളി കംഫർട്ടബിൾ ആയിരുന്നു, സൂപ്പർ ജീൻസ് ആയിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചതാണ്. ഇതിൻ്റെ ഹോൾ വീഡിയോ ഇത് പോയതൊക്കെ ഞാൻ പിന്നെ എടുത്ത് ഇടാം, ഞാൻ എഡിറ്റ് ചെയ്ത് തീർന്നിട്ടില്ല. കാരണം ഈ 4 ദിവസവും ഞങ്ങൾ 4 സ്ഥലത്തേക്ക് ഇങ്ങനെ കിടന്ന് നടന്നു. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ലായിരുന്നു, അതാണ് ഉണ്ടായത്. സാറയിലൊന്ന് കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അവിടെയും കയറാൻ പറ്റിയില്ല. എനിക്ക് ആകെ വിഷമായിരുന്നു ഇന്ന് കേട്ടോ. സാറയിലാണെങ്കിൽ ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല. മാക്സിലും ലൈഫ് സ്റ്റൈലിലൊക്കെ എന്തോരം ജനങ്ങളായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ സാറയിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാണെങ്കിലും ടൈം കടന്നുപോയി. ഞങ്ങളിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ എക്സിബിഷൻ നടക്കുന്നു. ഇവിടെ എന്തോ ആർട്ട് ഫെസ്റ്റോ എന്തോ പറഞ്ഞിട്ടൊരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു PVRൻ്റെ മുന്നിൽ. ഞാനിത് അറിഞ്ഞതേ ഇല്ലായിരുന്നു. എന്നാൽ പിന്നെ അവിടെ കിടന്ന് കറങ്ങാണ്ട് ഇവിടെ വന്ന് കറങ്ങായിരുന്നു എന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഓർണമെൻറ്റ്സ് ആണെങ്കിലും, ഓർണമെൻറ്റ്സ് ഒന്നും പിന്നെ ഞാൻ തൊട്ടുപോലും നോക്കിയില്ല. കാരണം ഒന്നാമതിൽ ഡബിൾ റേറ്റ് ആണ്, രണ്ടാമത്തത് നമ്മളിപ്പം കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയിട്ട് എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട്, എക്കോ ഫ്രണ്ട്ലി ആണ്. നമ്മുടെ കളിമണ്ണൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാക്കി, ടെറാക്കോട്ടയാണെന്ന് തോന്നുന്നത്, അങ്ങനെ എന്തോ സംഭവമാണ്. നിലത്ത് വീണ പൊട്ടും. ഇതിങ്ങനെ വാളിലൊക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ പ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ആർട്ട് വരച്ചൊക്കെ എടുത്തിട്ടുള്ള സംഭവമാണ് കേട്ടോ. നല്ല റേറ്റ് ഉണ്ട്. ഇത് ഒരെണ്ണത്തിന്, ചെറുതിനാണോ വലുതിനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, 1000 രൂപ 1500 രൂപയൊക്കെയാണ് റേഞ്ച് വരുന്നത് കേട്ടോ. ഇതിനകത്ത് തന്നെ ഈ പോട്ടുകളില്ലേ, നമുക്ക് അകത്തൊക്കെ വെക്കുന്ന നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു പോട്ടുകൾ, നമ്മുടെ ബാൽക്കണിയിലൊക്കെ വെക്കാനുള്ള പോട്ടുകൾ, അങ്ങനത്തെയൊക്കെ ചെടികൾ വെച്ചിട്ടുള്ള പോട്ടുകളും, അതുപോലെ ഈ ചെടിയുടെ ഉള്ളിലൊക്കെ വെക്കുന്ന വണ്ടുകൾ, തുമ്പി, തത്തമ്മ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്, പുഴു, ഇതിനൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ആക്ച്വലി ഇത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനേക്കഴിഞ്ഞും വില കുറവിൽ കിട്ടുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം ഇവിടെ എക്സിബിഷൻ ആയ കാരണം കൊണ്ട് ഇരട്ടി വിലയാണ് എല്ലാ സാധനത്തിനും ഇടുന്നത്. ഇത്രയൊന്നും റേറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ നടന്നു. സമയമില്ലായിരുന്നു, ഞാൻ ആകെ കയ്യിൽ സമയം പിടിച്ചിട്ട് നടക്കാമെന്ന് പറയില്ല, അതുപോലത്തെ ഒരു ഇതായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയമില്ല, അരമണിക്കൂറുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കറങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് എവിടേക്ക് ഉള്ളതെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് പാസ് ചെയ്ത് കണ്ടുപോയി എന്നേ ഉള്ളൂ കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇങ്ങനെ ലീവൊക്കെയുള്ള സമയത്ത് നമ്മളിങ്ങനെ വരാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒന്നും നടക്കില്ല.
പിന്നെ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങരുത്, അതും കൂടി ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ സിനിമ തിയേറ്ററിലെത്തി. അപ്പോൾ ഇവിടെ അങ്ങനെ കുറേ ഷോസ് നടക്കുന്നുണ്ട്. അപ്പോൾ തങ്കലാനാണ് ഞങ്ങൾ കണ്ട മൂവി കേട്ടോ. അപ്പോൾ സമയം ഉണ്ടായിരുന്നു, ഒരു 5 മിനിറ്റ് കൂടി ഉണ്ടായിരുന്നു അകത്ത് കയറാനായിട്ട്. എന്തോ ക്ലീനിങ് നടക്കുമായിരുന്നു. എൻ്റെ ദൈവമേ, നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഈ സിനിമ തീർച്ചയായിട്ടും പോയിട്ട് കണ്ടോളൂ. വിക്രമിൻ്റെ എന്താ പറയുക, എത്രയോ വർഷങ്ങൾക്ക് ശേഷം വന്ന മൂവിയാണല്ലേ. എനിക്ക് ഒന്നും പറയാനില്ല, അത്രയും സൂപ്പറായിരുന്നു. ഞങ്ങൾ പിന്നെ നാച്ചോസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇൻ്റർവെല്ലിനാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ. ഇടയിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര ഇരുട്ടായിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ഈ മൂവി എല്ലാവരും പോയി കണ്ടോളൂ, അത്രയും സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, ശരത്തേട്ടനും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി. വിക്രം ഓരോ സിനിമയ്ക്കും എടുക്കുന്ന എഫേർട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഈ മൂവിക്ക് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം അത്രയും നന്നായിട്ടുണ്ട് മൂവി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തിരക്കിൻ്റെ കളിയാണ് എന്നുള്ളത്, അതുപോലെ തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. ആ ഫീനിക്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുത്തു. അങ്ങനെ നോക്കുമ്പോഴാണ് ഫീനിക്സിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേ ആയ കാരണം കൊണ്ട് അതിൻ്റെ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് വീഡിയോ എടുക്കുമ്പോഴേ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ അവരോട് നടക്കാൻ പാടില്ല എന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ പതുക്കെ ഒച്ചഴയുന്ന പോലെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ ആ ഒരു റോഡിലേക്ക് ഒന്ന് കയറിയത് കേട്ടോ. അത്രയും തിരക്കായിരുന്നു. പ്രത്യേകിച്ച് കാർ എടുത്ത് വന്നുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2 വീലറോ അല്ലെങ്കിൽ ബൈക്കോ ഒക്കെ ആയിരുന്നെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പുറത്ത് കിടക്കാമായിരുന്നു. എന്നാൽ പോലും തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പതുക്കെ എഴഞ്ഞ് ഞങ്ങളൊന്ന് റോഡിലേക്ക് എത്തി. തനക്കുട്ടിക്കാണെങ്കിൽ ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇൻഡിപെൻഡൻസ് ഡേ ആയ കാരണം കൊണ്ട് എല്ലാ ലൈറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റോഡ് നിറച്ച് തിരക്കുണ്ട്. വരമഹാലക്ഷ്മി ഡേ ആണ് അടുത്ത ദിവസം. അപ്പോൾ അതിൻ്റെ തിരക്കുണ്ട് റോഡിനകത്ത്. കേരളപുരത്തൊക്കെ എത്തിയപ്പോഴത്തേക്കും വാഴ വാങ്ങിക്കാനും പൂക്കൾ വാങ്ങിക്കാനും ഇതിൻ്റെ ഐറ്റംസൊക്കെ മേടിക്കാൻ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ രാത്രി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇതേ തിരക്ക് തന്നെയായിരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ അതേ തിരക്ക് തന്നെ. ഇപ്പോഴും ആൾക്കാർക്ക് ഒരു ശമനവും എത്തിയിട്ടില്ല. നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പ്രാവശ്യം വരമഹാലക്ഷ്മി ഡേ പൂജ വീട്ടിൽ. ഇത്തവണ എനിക്ക് പറ്റില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് 1-2 ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് റോയൽ മാർട്ടിൽ ഒന്ന് കയറി. കാരണം നാളത്തേക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് വാങ്ങിക്കേണ്ട 1-2 ഐറ്റംസ്, അതായത് ചെറുനാരങ്ങ, അരി, ഇതൊക്കെ എനിക്ക് വാങ്ങിക്കണമായിരുന്നു. പിന്നെ ലോഷൻ കഴിഞ്ഞു, ലൈസോൾ, അപ്പോൾ അത് വാങ്ങിക്കണമായിരുന്നു. ശരത്തേടെ എന്നോട് പറഞ്ഞതാണ് കേട്ടോ, ഈ തിക്കിലും തിരക്കിലും ഇനി അവിടെയും കൂടി കയറണം എന്നുള്ളത്. കാരണം അവിടെയും തിരക്കുണ്ട്, ഞങ്ങൾക്കറിയാം അവിടെ തിരക്ക് കാണും എന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു സാരമില്ല, നമുക്ക് മേടിക്കാമെന്ന്. പച്ചക്കറി ആണെങ്കിൽ നല്ല ഫ്രഷ്, ഫ്രൂട്ട്സ് ആണെങ്കിൽ അതിലേറെ ഫ്രഷ്. എനിക്ക് എല്ലാം വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം ഒരു വല്ലാത്ത ദിവസം. ഞാൻ ആ പ്ലം എടുത്തായിരുന്നു. എനിക്കും തനുക്കുട്ടിക്കും പ്ലം ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നാളെ സാമ്പാർ വെക്കാം, പിന്നെ വരമഹാലക്ഷ്മി ഡേ അല്ല, അത് അതുകൊണ്ട് നോൺ വെജ് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു മത്തങ്ങയുടെ പീസും ഒരു കുമ്പളങ്ങയുടെ പീസൊക്കെ വാങ്ങിച്ചു. കാരണം സാമ്പാർ വെക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പെട്ടെന്ന് വാങ്ങിക്കുമായിരുന്നു. കുറേ പച്ചക്കറി വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം എല്ലാം ഫ്രഷ് ആയിരുന്നു. പക്ഷേ അടുത്തേരം പറഞ്ഞു നമുക്ക് നാളെ വരാമെന്ന്. പിന്നെ ഞങ്ങൾ പോയിട്ട് അരി എടുത്തു. ഇവിടെ പവിഴം, നിറപറ, പിന്നെ പാലക്കാടൻ മട്ട, വേറെ ഒരുപാട് അരികൾ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഞങ്ങളെപ്പോഴും പവിഴാണ് വാങ്ങിക്കാറുള്ളത്. പിന്നെ ഈ നമ്മുടെ ഈ പൾസസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. കടല, പരിപ്പ്, പയർ, മസാലകൾ, ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞാനപ്പോൾ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൗഡർ തപ്പിയിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നത് കേട്ടോ. അവസാനം കിട്ടി. ഈസ്റ്റേൺ ആണ് ആദ്യം കണ്ണിൽ പെട്ടതെങ്കിൽ ഈസ്റ്റേൺ എനിക്ക് അത്ര ഇഷ്ടമില്ല. ബ്രാഹ്മിൻ സാമ്പാർ പൗഡർ അടിപൊളിയാണ്. പിന്നെ MTRും ഇതൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ഞാൻ വാങ്ങിച്ചത് ബ്രാഹ്മിൻസിൻ്റെ ആണ് കേട്ടോ. അത് നല്ല സാമ്പാർ പൗഡറാണ്. സാമ്പാർ പൗഡറൊക്കെ വീട്ടിലുണ്ടാക്കണം ഇനി അടുത്ത പ്രാവശ്യം. പിന്നെ കുറച്ച് 1-2 പാക്കറ്റ് ബിസ്ക്കറ്റ്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, കുട്ടികൾക്ക് നാളത്തേക്കൊക്കെ അവർക്ക് ഇങ്ങനെ വെക്കേഷനും വീട്ടിലിരിപ്പൊക്കെ ആകുമ്പോൾ ഭയങ്കര വിശപ്പാണ്. അപ്പോൾ 1-2 ഐറ്റം ഇതിൽ നിന്ന് എടുത്തു. ഞാൻ ഈ കടല എന്ന് വെച്ചാൽ കപ്പലിന്, മസാല കപ്പലിന് വാങ്ങിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ കാർ ഷെഡ് കഴുകുന്ന വീൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ വീലിൻ്റെ പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള 1-2 ഐറ്റം വാങ്ങിച്ചു. ഇത് അവിടെ റിന്ന് താഴത്തേക്ക് വീണ്, ഞാനത് എടുത്തു വെച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ 1-2 ഐറ്റം വാങ്ങിച്ച് ഇങ്ങനെ വന്നപ്പോഴാണ് രാഖി ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ മൺഡേ രാഖി ആണ്, അതായത് രക്ഷാബന്ധനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തനുക്കുട്ടിക്ക് പിക്കുവിൻ്റെ കൈമ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രക്ഷാബന്ധൻ സെലക്ട് ചെയ്യായിരുന്നു കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ അതിൽ നിന്ന് 1 എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ആ കിട്ടിയ സാധനം തുറക്കാനായിട്ടുണ്ടല്ലോ ഭയങ്കര ഒരു എന്താ പറയുക, ധൃതി കേട്ടോ. ഞങ്ങൾ ചുമ്മാ കയറിയതാണ് കേട്ടോ റോയൽ മാർട്ടിൽ കയറിയപ്പോഴത്തേക്കും
ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ മേടിച്ച് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അവിടുത്തെ ഫ്ലോർ മാനേജർ ആണെന്ന് തോന്നുന്നു കേട്ടോ വന്നിട്ട് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഗിഫ്റ്റ് ഉണ്ട് 1.5 മിനിറ്റ് നിൽക്കണേ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് എന്താ, നമ്മള് എപ്പോഴും പോകുന്നല്ലേ, വല്ല ലക്കി ഡ്രോലൊക്കെ പേര് എഴുതിയിട്ടൊക്കെ വല്ലതും കിട്ടിയതായിരിക്കും എന്ന് മാത്രമേ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഗിഫ്റ്റും കൊണ്ട് വന്നപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവരുടെ റോയൽ മാർട്ടിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യും, പലതവണ വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അവിടുന്ന് സാധനങ്ങൾ പോയി മേടിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് വീഡിയോ ഇങ്ങനെ പുറത്തുനിന്നൊക്കെ അവരുടെ ഓഫീസിൽ നിന്ന് എവിടെ നിന്നാന്ന് എനിക്ക് മനസ്സിലായില്ല, അവരൊക്കെ പറഞ്ഞിട്ട് ഷെയർ ചെയ്തിട്ട് കണ്ടിട്ട് ഗിഫ്റ്റ് തരുന്നതാണ് എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്, താങ്ക് യു ഒക്കെ പറഞ്ഞു. അപ്പൊ ഇനി വീഡിയോസ് എടുക്കണമെങ്കിൽ പറഞ്ഞാൽ പോരെ, ഞങ്ങൾ സമ്മതിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. സൗകര്യപൂർവ്വം ഇനി ഒരു ദിവസം എടുക്കണമെങ്കിൽ വന്ന് എടുത്തോളൂ, അതിനുള്ള സൗകര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇത് അവരുടെ വക ഒരു ചെറിയ ഗിഫ്റ്റാണ് നമ്മുടെ ചാനലിൽ റോയൽ മാർട്ടിനെ പറ്റി പറഞ്ഞതിനും വീഡിയോ ചെയ്തതിനും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരു ഗിഫ്റ്റും കൂടി തന്നു കേട്ടോ. അപ്പോൾ ഇത് തുറന്നു നോക്കാം നമുക്ക്, എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിലെന്ന് ജസ്റ്റ് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, നിങ്ങൾക്കും ഉണ്ടാവും എനിക്കും ഉണ്ടാവും. പെട്ടെന്ന് തുറന്നു നോക്കാം കേട്ടോ നമുക്ക് ഇതിനകത്ത് എന്താണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് തുറക്കും മുന്നേ ഞാൻ പറയട്ടെ, എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ അംഗീകാരമാണ് കേട്ടോ ഇത്. എനിക്ക് ഇതുവരെയ്ക്കും യൂട്യൂബ് സംബന്ധമായിട്ട് ഒരു അംഗീകാരങ്ങളും ലഭിച്ചിട്ടില്ല. പക്ഷെ ഫസ്റ്റ് ടൈമാണ് പുറത്തു നിന്ന് നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോ ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നത് കേട്ടോ. അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു അവാർഡ് കിട്ടിയതിന് തുല്യമാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ റോയൽ മാർട്ടിനും അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഓ പറയണ്ട നമുക്ക് തുറന്നു നോക്കാം. അയ്യോ ഗോൾഡ് പ്ലേ ബട്ടണോ? അയ്യോ ഗോൾഡ് പ്ലേ ബട്ടൺ ഒന്നല്ല പൊന്നോ, ഇത് റോയൽ മാർട്ട് എന്ന് അമ്മയ്ക്ക് തന്നതാ, ഗിഫ്റ്റ് ആയിട്ട് അമ്മ വീഡിയോ ചെയ്തതിന് തന്നതാ. നമുക്ക് തുറന്നു നോക്കാം, അപ്പം എന്താന്നുള്ളത് മനസ്സിലാവും. അപ്പൊ നമുക്ക് തുറന്നു നോക്കിയാലോ. ഭഗവാനെ, ഇങ്ങനെ കുറേ ഗിഫ്റ്റ് കിട്ടണേ. ഒരു ഹാൻഡ് ബാഗ് ആണ് കേട്ടോ എനിക്ക് തന്നിരിക്കുന്നത്, നല്ലൊരു ബാഗ് കേട്ടോ. ഇതാണ് അവരെനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത് കേട്ടോ. തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാ ഇങ്ങനെ പിടിക്കുന്ന ഒരു ഹാൻഡ് ബാഗ് ആണ് കേട്ടോ ഇത്. ഓക്കെ, ഇതിനകത്ത് സ്മോൾ ബാഗ് ഉണ്ട്. ഇതിനകത്ത് ഒരു പേഴ്സ് ഉണ്ട്, ചെറിയൊരു പേഴ്സ് ഉണ്ട്, നമുക്ക് പൈസ ഒക്കെ ഇട്ട് വെക്കാനായിട്ടുള്ള ഒരു പേഴ്സ്, ചെറിയ പേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ലെങ്ത് കൂട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സംഭവം. അതുപോലെ ഇതിനകത്ത് 1 2 ഇതൊരു സിബാണ്, പിന്നെ 3 പിന്നെ 4 അറകളുണ്ട് കേട്ടോ. പിന്നെ മൊബൈൽ വെക്കാനായിട്ടുള്ളൊരു അറയുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു ചെറുതുണ്ട്. അങ്ങനെ നല്ല സൗകര്യമുള്ള നല്ലൊരു ബാഗ് കേട്ടോ. എന്താണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷം. ഇതാണ് എൻ്റെ ഗിഫ്റ്റ്. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? തന്നെ കൂടി പപ്പയ്ക്ക് കാണിച്ചു കൊടുക്ക്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ കയറിയിട്ട് ഒരു ലോഷൻ മോയ്സ്ചറൈസർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇതിന് മുന്നേ അവരുടെ ഡാർക്ക് കിസ്സോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളത് യൂസ് ചെയ്തായിരുന്നു. ഇതിപ്പോൾ പുതിയത് മേടിച്ചതാണ് കേട്ടോ. ഇത് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് 236 ml ആണ് കേട്ടോ ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത്. റേറ്റ് വരുന്നത് എത്രയാണെന്നറിയോ? 1999, 2000 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു ഓഫർ, ഞാനിത് എടുത്ത് പറയാനുള്ള കാരണം അവിടെ ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ട്. അതായത് നമ്മൾ ബൈ 3 ഗെറ്റ് 3 എന്ന് പറയുന്ന ഒരു ഓഫർ അവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോളൂ. അപ്പോൾ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 3 എണ്ണം ഒരുപോലെ തന്നെ വാങ്ങണം എന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് പല പല സാധനങ്ങളായിട്ട് വാങ്ങിക്കാം. 3 എണ്ണം, ഏതെങ്കിലും 3 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ വേറെ 3 എണ്ണം
ഫ്രീ ആയിട്ട് കിട്ടും. അതായത് 50% ഓഫ് പോലെ നമുക്ക് കിട്ടും കേട്ടോ. പക്ഷെ ഓരോ ഐറ്റത്തിനും 2000 ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു റേഞ്ചിലാണ് അവരുടെ പ്രോഡക്ട്സ് വരുന്നത് കേട്ടോ. അവിടുത്തെ മോയ്സ്ചറൈസർ ആണെങ്കിലും, പിന്നെ അവിടെ മോയ്സ്ചറൈസർ മാത്രമല്ല കേട്ടോ, നമുക്ക് സ്പ്രേ കിട്ടും, പെർഫ്യൂംസ് കിട്ടും, പിന്നെ ബാത്ത് ജെല്ല് കിട്ടും, ഫേസ് വാഷ് കിട്ടും, അങ്ങനെ എല്ലാ സംഭവങ്ങളും കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക, ഫുൾ കിറ്റ് പോലെയൊക്കെ ആക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് വേണമെങ്കിൽ എടുത്താലും അതേപോലെ തന്നെ 50% ഓഫ്, അതായത് ബൈ 3 ഗെറ്റ് 3 എന്നുള്ള ഒരു ഓഫർ നടക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഈ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി മേടിച്ചോട്ടോ. നല്ല ഓഫറാണ്, കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നാൽ പോലും നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ വാങ്ങിച്ചോ. ഞാൻ ഇതാണ് മേടിച്ചത് കേട്ടോ. യൂസ് ചെയ്ത് നോക്കട്ടെ. ഇത് ഡ്രൈ സ്കിന്നിനാണെന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ തണുപ്പായ കാരണം കൊണ്ട് എൻ്റെ പൊതുവെ ഓയിലി സ്കിന്നാണ്, പക്ഷെ ബോഡി ഇങ്ങനെ ഡ്രൈ ആവും. അപ്പം അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഓഫർ കണ്ടായിരുന്നു. അത് നല്ല ഓഫറാണ് കേട്ടോ. നമുക്ക് കുറച്ചധികം സാധനങ്ങൾ ഒരുമിച്ച് മേടിക്കാനായിട്ട് പറ്റും. അപ്പം ഇത് ആണ് ഞാൻ മേടിച്ചത് കേട്ടോ. ഇത് ഈ ഒരു ബോട്ടിൽ കിട്ടുവാണെങ്കിൽ ഇത് വാങ്ങിച്ചു. നല്ല മണമാണ്, നല്ല നല്ല എന്താ പറയുക, നല്ല സൂപ്പർ സ്മെല്ലാണ് കേട്ടോ ഇതിന്. അത്രേ ഉള്ളൂ. പിന്നെ ശരത്തേട്ടൻ യൂസ് ചെയ്യുന്നത്, ഞങ്ങൾ ഇത്രയും എന്താ പറയുക, ഒരുപാട് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ബോഡി ഷോപ്പിലത്തെ മോയ്സ്ചറൈസർ, ബോഡി ബട്ടർ, പിന്നെ ഫേസിലേക്ക് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസർ, ഷാംപൂസ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ബോഡി ഷോപ്പിൻ്റെയും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതും നല്ല അടിപൊളിയാണ്. അതിനെ കഴിഞ്ഞും ഇരട്ടി വരെയാണ് ഇവിടെ എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്കറിയാലോ, ഓരോ ബ്രാൻഡിനും റേറ്റ് പല വിധത്തിലാണ് വരുന്നത്. അപ്പോൾ പറ്റുന്നവർക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ ഇതും നല്ലതാണ് കേട്ടോ, നല്ല മോയ്സ്ചറൈസർ. ഞങ്ങൾ സ്റ്റിൽ ഇതും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് ജസ്റ്റ് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് പുതിയത്. ബോഡി ഷോപ്പിൽ നിന്ന് ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. മെയിനായിട്ട് ഇത് ഓഫർ നടക്കുന്ന കാരണം കൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.